നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുംബൈയിൽ നിന്ന് ബംഗളൂരിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ എഞ്ചിൻ പാതി വഴിയിൽ നിലച്ചു. ഇതേ തുടർന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുന്ന സാഹചര്യമുണ്ടായി. പൈലറ്റുമാർ ജാഗ്രതാ സന്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയത്. ഇന്നലെ പുലർച്ചെയോടെയാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. എയർബസ് A320 നിയോ വിഭാഗത്തിൽപ്പെട്ട വിമാനം പുലർച്ചെ 2:05 പുറപ്പെടേണ്ടതിന് പകരം 2:15 പറന്നുയർന്നത്. എന്നാൽ സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 2:30 വിമാനം മുംബൈ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കുകയായിരുന്നു. വിമാനം പറന്നുയരുന്ന സമയത്ത് വലിയ ശബ്ദം കേട്ടതായും തീപ്പൊരി കണ്ടു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ടേക്ക് ഓഫ് സമയത്ത് ശബ്ദവും തീപ്പൊരിയും കണ്ടു. ഉടൻ തന്നെ പൈലറ്റ് ജാഗ്രതാ സന്ദേശം നൽകി. മിനിറ്റുകൾക്കുള്ളിൽ വിമാനത്താവളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. വിമാനത്തിന്റെ രണ്ടാമത്തെ എഞ്ചിൻ പ്രവർത്തനരഹിതമായതായി പിന്നീട് കണ്ടെത്തിയെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും വളരെ നടക്കുന്ന സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് ബംഗളൂരിലേക്ക് പോയ വിമാന സാങ്കേതിക തകരാർ സംശയിച്ചതിനെ തുടർന്ന് മുംബൈയിലേക്ക് തന്നെ തിരിച്ചുവിട്ടുവെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വിമാനം സുരക്ഷിതമായിട്ട് തന്നെ ഇറങ്ങി വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയതായും എയർ ഇന്ത്യ അറിയിച്ചു. 47 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇവർക്ക് മറ്റൊരു വിമാനം ഏർപ്പെടുത്തുകയും ചെയ്തു. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ എയർ ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. വിമാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഉണ്ടാകാറുണ്ട്, ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറാറുണ്ട്. അത്തരത്തിലുണ്ടായ മറ്റൊരു വാർത്തയിലേക്ക് കൂടി. വിമാനം പറന്നുയരുന്നതിന് പിന്നാലെ 60കാരിക്ക് ദാരുണാന്ത്യം. ഹോങ്കോങ്ങിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ ബ്രിട്ടീഷ് എയർവേസ് വിമാനമായ BA32 സംഭവം. സ്ത്രീ മരിച്ചിട്ടും അടിയന്തര ലാൻഡിംഗ് ചെയ്യാതെ വിമാനം ലണ്ടനിലേക്ക് പറന്നു. ഏകദേശം 13 മണിക്കൂറാണ് യാത്രക്കാർ മൃതദേഹത്തിനൊപ്പം ചെലവഴിച്ചത്. ഒരാളുടെ മരണം മെഡിക്കൽ എമർജൻസിയായി കണക്കിലാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വിമാനം അടിയന്തര ലാൻഡിംഗ് ചെയ്യാതെ പൈലറ്റ് ലണ്ടനിലേക്ക് പറത്തുകയായിരുന്നു. തുടർന്ന് ക്രൂ അംഗങ്ങൾ മൃതദേഹം പൊതിഞ്ഞ് വിമാനത്തിന് പിന്നിലെ ഗാലിയിലേക്ക് മാറ്റി. സ്ത്രീയോടൊപ്പം കുടുംബവും വിമാനത്തിലുണ്ടായിരുന്നുവെന്നാണ് വിവരം. പക്ഷേ മൃതദേഹത്തിൽ നിന്ന് രൂക്ഷഗന്ധം ക്യാബിനിൽ വ്യാപിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 331 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ലണ്ടനിൽ ലാൻഡ് ചെയ്ത ഉടൻ പോലീസ് വിമാനത്തിനുള്ളിൽ കയറി സംഭവത്തിൽ അന്വേഷണം നടത്തി. തുടർന്ന് യാത്രക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ 45 മിനിറ്റോളം വീണ്ടും വിമാനത്തിൽ തുടർന്നു. സംഭവ സമയത്ത് എല്ലാ നടപടികളും കൃത്യമായി പാലിച്ചെന്നാണ് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.